നമസ്കാരം. ദല്ലാൽ നന്ദകുമാറിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിയെന്ന് സമ്മതിച്ചുകൊണ്ട് BJP നേതാവ് ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയുമാണ് ശോഭാ സുരേന്ദ്രൻ തുറന്നുവിടുന്നത് വേണമെങ്കിൽ മറ്റൊരു വലിയ വിവാദത്തിനെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആലപ്പുഴയിൽ താൻ ജയിക്കുമെന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ദല്ലാൽ നന്ദകുമാർ ആരോപണം ഉന്നയിക്കുന്നത് എന്നും നന്ദകുമാർ എന്നെ 2 വർഷം മുൻപ് തൃശ്ശൂരിൽ വന്ന് കണ്ടിട്ടുണ്ട് എന്നും ശോഭ പറയുന്നുണ്ട്. ചില പ്രമുഖരെ CPM നിന്നും BJPയിൽ എത്തിക്കാമെന്ന് പറഞ്ഞാണ് അദ്ദേഹം എത്തുന്നത്. പിണറായിയോളം തലപ്പൊക്കമുള്ള CPM നേതാവിനെ BJPയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ BJP ദേശീയ ഓഫീസിൽ നിരങ്ങിയവനാണ് ഈ ദല്ലാൽ നന്ദകുമാർ എന്നാണ് ശോഭ പറയുന്നത്. ഇതാണ് ശോഭയുടെ ആരോപണമെന്ന് പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നാളുകളിൽ അങ്ങനെ പുതിയ അജണ്ട എത്തുകയാണ് കേരളത്തിൽ. ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ താൻ ജയിക്കുമെന്നത് മുന്നിൽ കണ്ടുകൊണ്ട് ദല്ലാൽ നന്ദകുമാർ ആരോപണം ഉന്നയിക്കുന്നു. നന്ദകുമാർ തന്നെ 2 വർഷം മുമ്പ് തൃശ്ശൂരിൽ വന്ന് കാണുകയും ചില പ്രമുഖരെ CPM നിന്ന് അടർത്തിയെടുത്ത് BJPയിൽ എത്തിക്കാമെന്ന് വാക്കുതരികയും ചെയ്യുന്നു. പിണറായിയോളം തലപ്പൊക്കമുള്ള നേതാക്കളെ CPM നേതാവിനെ BJPയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ BJP ദേശീയ ഓഫീസിൽ കയറി ഇറങ്ങി നിരങ്ങിയവനാണ് ദല്ലാൽ നന്ദകുമാർ എന്നാണ് ശോഭ പറയുന്നത്. CPMനെ പിളർക്കാൻ ശ്രമിച്ചവൻ, പിണറായി ഒഴിച്ച് ആരെ കിട്ടിയാലും ഞങ്ങൾ സ്വീകരിക്കും, ഇതാണ് ശോഭയുടെ വാക്കുകളടക്കം. ആളുടെ പേര് ദല്ലാൽ പറയട്ടെ, ഇല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് താൻ പറയുമെന്ന് ശോഭ തന്നെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ദല്ലാൽ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചോദ്യവും. BJPയിലെത്താൻ ആഗ്രഹിച്ച ആളിനെക്കുറിച്ചും ശോഭ വിശദീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നേതാക്കളെ സ്വീകരിക്കുന്നതിന് മുമ്പ് അയാളെക്കുറിച്ചുള്ള ഹിസ്റ്ററി പഠിക്കും. എന്നാൽ ദല്ലാൽ കോടികളാണ് ഡൽഹിയിലെ നേതാക്കളോട് CPM നേതാവിനെ എത്തിക്കുവാൻ വേണ്ടിയിട്ട് ചോദിച്ചത് എന്നുള്ളതാണ്. MV ഗോവിന്ദൻ്റെ ഈ യാത്ര നടക്കുമ്പോൾ തൻ്റെ രാമനിലയത്തിലെ മുറിയിൽ ഉന്നത CPM നേതാവ് വന്ന് ചർച്ച നടത്തിയെന്നും ഇത് എന്തിനെന്ന് നന്ദകുമാർ പറയട്ടെ എന്നും പറയുകയാണ്. അന്ന് ഈ CPM നേതാവ് CPM പുലർത്തുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നുണ്ട്. കണ്ണൂരിലെ പിണറായി അനുകൂല നേതാക്കളുടെ ഭീഷണിയെ തുടർന്നാണ് ഈ നേതാവ് BJPയിൽ ചേരാത്തത് എന്നുകൂടി ശോഭ പറഞ്ഞു വെക്കുകയാണ്. തൻ്റെ സഹോദരിയുടെ ഭർത്താവിൻ്റെ കാൻസർ ചികിത്സാ സമയത്ത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്നും ഈ സമയത്ത് തൻ്റെ പേരിലുള്ള 8 സെൻറ്റ് സ്ഥലം വാങ്ങാമോ എന്ന് നന്ദകുമാറിനോട് ചോദിച്ചുവെന്നും നന്ദകുമാർ ഇത് സംബന്ധിച്ച് 10 ലക്ഷം രൂപ കാശായി തരാമെന്ന് പറഞ്ഞു. പക്ഷേ അക്കൗണ്ട് വഴി മതിയെന്ന് താൻ പറഞ്ഞിരുന്നു. ഈ ഭൂമി ഇടപാടിൻ്റെ അഡ്വാൻസായിട്ടുള്ള തുകയാണ് താൻ വാങ്ങിയതെന്നാണ് ശോഭയുടെ വിശദീകരണം. ഭൂമി വാങ്ങാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചതുകൊണ്ടാണ് താൻ അഡ്വാൻസ് തുക തിരികെ നൽകാത്തത് എന്നും എൻ്റെ ഭൂമി ആർക്കും ഇതുവരെ വിറ്റിട്ടില്ല എന്നും നന്ദകുമാറിന് താൻ ഭൂമി മാത്രമേ നൽകൂ എന്നും ശോഭ പറയുകയുണ്ട്. പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂരിലെ തന്നെ നേതാവിനെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർക്കാനായിട്ട് BJPയുടെ നാഷണൽ കമ്മിറ്റി ഓഫീസിൽ നിരങ്ങിയിട്ടുള്ള ഒരാളാണ് ഈ നന്ദകുമാർ എന്ന് പറയപ്പെടുന്ന വ്യക്തി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പുതിയ അംഗങ്ങളെ BJPയിൽ ചേർക്കുന്നതിനുള്ള ചുമതല തനിക്കാണ് എന്ന് ഡൽഹിയിൽ നിന്ന് മനസ്സിലാക്കിയാണ് നന്ദകുമാർ തന്നെ ബന്ധപ്പെട്ടതെന്നാണ് ശോഭ പറയുന്നത്. BJPയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നന്ദകുമാറിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടിരുന്നു എന്നുള്ള കാര്യം സംശയമില്ല. എന്നാൽ നേരിട്ട് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അങ്ങനെയല്ല, നേരിട്ട് തന്നെ സംസാരിക്കണമെന്ന് അതേസമയത്തിന് ശോഭ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. നേതാവിനെ BJPയിൽ എത്തിക്കുന്ന കാര്യം ഡൽഹിയിൽ വെച്ച് ചർച്ച ചെയ്തപ്പോൾ നന്ദകുമാർ കമ്മീഷനായി വൻതുക ആവശ്യപ്പെടുകയായിരുന്നു. BJPയിലേക്ക് ആളെ കൊണ്ടുവരുന്നത് നന്ദകുമാറിനെ പോലുള്ളവർക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടല്ല എന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുകയാണ്. പിണറായി വിജയൻ ഒഴിച്ച് ആരെ കിട്ടിയാലും നല്ലവനാണെങ്കിൽ BJP സ്വീകരിക്കുമെന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. എന്നാൽ അതിനു മുൻപ് നേതാവിൻ്റെ ഒരു പ്രീ ഹിസ്റ്ററി നമ്മൾ പഠിക്കണമല്ലോ, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കണം. അതിനുശേഷം മാത്രമേ അംഗത്വം BJP നൽകൂ. ഏത് നേതാവിനെയാണ് BJPയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്ന് ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാൻ നന്ദകുമാറിനെ ശോഭ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. തൃശ്ശൂരിൽ ഗോവിന്ദൻ മാസ്റ്ററുടെ യാത്ര നടക്കുമ്പോൾ പ്രമുഖനായിട്ടുള്ള നേതാവ് എന്ന് പറയപ്പെടുന്നത് ഈ ശോഭാ സുരേന്ദ്രനെ കാണാൻ വേണ്ടി എത്തി. എന്തിനാണ് രാമനിലയത്തിൽ മുറിയിൽ വന്നത് എന്ന് നന്ദകുമാറല്ലേ വെളിപ്പെടുത്തേണ്ടത്? അത് കഴിഞ്ഞ് എന്തിനാണ് ഡൽഹിയിലേക്ക് വന്നത് എന്ന് പറയേണ്ടത് നന്ദകുമാറല്ലേ? അവിടെ വെച്ച് നേതാവ് പാർട്ടിയെ പിളർക്കാമെന്നായപ്പോൾ നന്ദകുമാറിൻ്റെ കാൽ തല്ലിയൊടുക്കുമെന്ന് കണ്ണൂരിലെ പിണറായി വിജയൻ്റെ ലോബി പറഞ്ഞിട്ടല്ലേ ഈ നന്ദകുമാർ ശ്രമം പാതി വെച്ച് അവസാനിപ്പിച്ചത് എന്ന് കൂടി അവർ ചോദിക്കുകയാണ്. തന്നെയുമല്ല, അയാൾ കോടിക്കണക്കിന് രൂപ ചോദിച്ചുവെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ പാർട്ടിയെ പുലർത്താൻ ശ്രമിക്കുന്ന ഒരാളെ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ടോ? അല്ലെങ്കിൽ പാർട്ടിയെ പുലർത്താൻ ശ്രമിക്കുന്ന ഒരാളിനെ ഇങ്ങനെ ഒരു മന്ത്രിസഭയിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ പാർട്ടിയെ പുലർത്താൻ ശ്രമിക്കുന്ന ഒരാൾക്ക് എത്ര സീനിയോറിറ്റി ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് പാർട്ടി സെക്രട്ടറി ആക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ പല ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ദല്ലാൽ നന്ദകുമാർ 10 ലക്ഷം രൂപ കൊടുത്തത് വാങ്ങിയിട്ടുണ്ട് എന്ന് ശോഭാ സുരേന്ദ്രൻ സമ്മതിക്കുമ്പോഴും അത് വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. മറ്റൊന്ന് 25 ലക്ഷം രൂപ ആൻ്റണിയുടെ മകന് നൽകിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇനി മറ്റൊന്ന് ഈ CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനെ രണ്ടായി പുലർത്തുവാൻ വേണ്ടിയിട്ട്
കണ്ണൂരിലുള്ള പിണറായി വിജയനോളം തലപ്പൊക്കം പോകുന്ന നേതാവിനെ BJP-യിലേക്ക് കൊണ്ടുവരാൻ തയ്യാറാണ് എന്ന് ദലാൽ നന്ദകുമാർ പറയുന്നുണ്ട്. പക്ഷേ ദലാൽ നന്ദകുമാർ അത് പറയുമ്പോഴും കോടിക്കണക്കിന് രൂപയാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് ആ ഡീല് നടക്കാതെ പോയത്. ഇല്ല എന്നുണ്ടെങ്കിൽ അന്ന് രാമനിലയത്തിൽ കണ്ട ആ കണ്ണൂരിലെ തലപ്പൊക്കമുള്ള പിണറായിയെപ്പോലത്തെ നേതാവ് കോടികൾ വാങ്ങി ഈ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയെ ഇപ്പോൾ രണ്ടായി പിളർത്തിയേനെ. ഇന്ന് മത്സരിക്കുന്ന ഈ CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം രണ്ടായി പിളർന്നു പോകുന്ന ഒരു കാലം ഉണ്ടായേനെ കഴിഞ്ഞ മാസത്തിലടക്കം. പക്ഷേ അത് ചെയ്യാതായി പോയതിന് പിന്നിൽ പല രഹസ്യങ്ങളുമുണ്ട്. അത് നന്ദകുമാറിന് അറിയുകയും ചെയ്യാം. നന്ദകുമാറിൻ്റെ കോടികളുടെ ഇടപാടിലൂടെയാണ് ഇത്തരത്തിൽ തലപ്പൊക്കം പോർന്ന നേതാവിനെ കൊണ്ടുവരാമെന്ന് അവകാശപ്പെട്ടതെങ്കിലും അങ്ങനെ കോടികൾ കൊടുത്തു വാങ്ങേണ്ട ഗതികൾ BJP-ക്ക് ഇല്ലാത്തതുകൊണ്ട് അത് നടപ്പിലാക്കിയില്ല എന്നും അതുകൊണ്ട് തന്നെയാണ് ഈ മഹാനായ നേതാവ് മടങ്ങിപ്പോയതെന്നും പാർട്ടി പിളരാതെ ഇപ്പോഴും ഇരിക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട്. മാത്രമല്ല ഇങ്ങനെ CPM പോലൊരു പ്രസ്ഥാനത്തെ പിളർക്കാൻ വേണ്ടി മാത്രം കച്ചകെട്ടി ഇറങ്ങിയ കണ്ണൂരിലെ സഖാക്കൾ എത്ര പേരുണ്ട് എന്ന് ഇനിയും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും.